പ്രമോ വീഡിയോ ചിത്രീകരണത്തിനിടെയുണ്ടായ യുവാവിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അന്വേഷണം നടത്തി 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ വാഹന ഉടമ സാബിത്ത്, ജീവനക്കാരൻ റെയ്സ് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആൽവിന്റെ മൃതദേഹം സംസ്കരിച്ചു. വാഹന നിയമങ്ങൾ ലംഘിക്കുന്നത് തടയുന്നതിന് എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്നത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിയും യുവാവിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തി കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയും 4 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷന്റെ ഉത്തരവ്. ഈ മാസം 30-ന് കോഴിക്കോട് വെച്ച് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. സംഭവത്തിൽ 999 ഓട്ടോമോട്ടീവ് സ്ഥാപന ഉടമ സാബിത്ത്, ജീവനക്കാരൻ റയീസ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാൻഡ് റോവർ ഡിഫൻഡർ ഇടിച്ചാണ് അപകടമെന്നാണ് വാഹനമോടിച്ചവർ ആദ്യം പോലീസിന് മൊഴി നൽകിയത്. മരിച്ച ആൽവിൻ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇടിച്ച വാഹനം പോലീസ് കണ്ടെത്തിയത്. ഈ വാഹനത്തിൽ ഇൻഷുറൻസ് ഇല്ലെന്നും തുടർ നടപടികൾക്കായി മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകുമെന്നും പോലീസ് പറഞ്ഞു. കൂടത്തിലുണ്ടായിരുന്ന ബെൻസ് ജി വാഗൺ വണ്ടിക്ക് തെലങ്കാന രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വാഹനം ഓടിച്ച 2 ആളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത്. തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആൽവിന്റെ മൃതദേഹം വടകര കടമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മീഡിയ 1 കോഴിക്കോട്.